بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون صدق الله العظيم. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ ജുമുഅ ദിവസത്തിൽ നമ്മെല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ഫിർദൗസിലും നമ്മെല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പടച്ചവൻ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ലോകത്താകമാനം വിശിഷ്യ കഷ്ടപ്പെടുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാം ഈ ദുനിയാവിൽ ഒരു യാത്രയിലാണ്. ദുനിയാവിന്റെ ജീവിതം ഒരു യാത്രയാണ്. ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സോദര ഖബറാണ് എന്ന് തഴവ ഉസ്താദ് പാടിയതുപോലെ ആലമുൽ അർവാഹിൽ നിന്ന്, റൂഹുകളുടെ ലോകത്ത് നിന്ന് നമ്മളുടെ ഉമ്മമാരുടെ ഗർഭാശയങ്ങൾ വഴി ഈ ആലമുൽ അജ്സാദിലേക്ക്, ശരീരങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ എത്തി. ഈ യാത്ര എപ്പോഴെങ്കിലും അവസാനിക്കുമെന്നുള്ളത് സുനിശ്ചിതമാണ്, എപ്പോഴാണ് എന്നുള്ളത് അനിശ്ചിതത്വവുമാണ്. എന്തായാലും യാത്ര തുടങ്ങിയ നമ്മൾ ഈ ദുനിയാവിൽ യാത്ര അവസാനിക്കേണ്ടവരാണ്. നമുക്കറിയാം, ദുനിയാവിൽ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് മരണം ഉറപ്പാണ്. എപ്പോൾ മരിക്കും എന്നതിൽ മാത്രമാണ് നമുക്ക് സംശയം. മരണം ഉറപ്പാണ്. എന്നാൽ മരണത്തെ എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? മരണത്തെ നമ്മൾ എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? വൽ മൗതു അദ്നാ മിൻ ശിറാഖിൻ അലൈഹി. മരണം നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പ്, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുമായി ഏറ്റവും ചേർന്ന് കിടക്കുന്നത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറാണ്. എന്നാൽ മരണമാണെങ്കിലോ ആ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങൾക്ക് അടുത്തിരിക്കുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസിയുടെ വലിയൊരു ബാധ്യതയാണ്, ഈമാനിന്റെ അടയാളമാണ്. ദുനിയാവിൽ അവൻ എത്ര തിരക്കിൽ ജീവിച്ചിരുന്നാലും അവൻ എപ്പോഴും മരിക്കുമെന്നുള്ള ഓർമ്മയുണ്ടാകണം. എല്ലാ രസങ്ങളെയും തകർത്ത് കളയുന്ന മരണമെന്ന പ്രതിഭാസത്തെ നിങ്ങൾ മറന്നു കളയരുതേ. നിങ്ങൾ ഓർമ്മിക്കണേ എന്നല്ല പറഞ്ഞത്, അക്സിറൂ, അതിനെ കുറിച്ചുള്ള ഓർമ്മയെ നിങ്ങൾ അധികരിപ്പിക്കണേ. പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തിരക്ക് പിടിച്ച നമ്മളുടെ ജീവിതത്തിനിടയിൽ നമ്മളൊക്കെയും വലിയ തിരക്കിലാണ്. ആരോട് എന്ത് ചോദിച്ചാലും വലിയ തിരക്കാണ്. ഒന്ന് വിളിക്കാത്തതെന്തേ ബിസിയാണ്, ഒരു മെസ്സേജ് അയക്കാത്തതെന്തേ ബിസിയാണ്, ഒരു മെസ്സേജ് അയച്ചിട്ട് നോക്കാത്തതെന്തെന്ന് ചോദിച്ചാലും ബിസിയാണ്. എല്ലാവരും തിരക്കിലാണ്. എത്ര ദുനിയാവിന്റെ തിരക്കിനിടയിലായാലും ഒരു വിശ്വാസി മറക്കാൻ പാടില്ലാത്തതാണ് മരണം. മരണത്തെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധ ഖുർആൻ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ എവിടെയൊക്കെയാണ് അല്ലാഹു തആല മരണത്തെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ജുമുഅയാണ്. ജുമുഅ സൂറത്ത് ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള സൂറത്താണ്. കാരണം ജുമുഅ നിസ്കാരത്തിൽ ഓതൽ സുന്നത്താണ് സൂറത്തുൽ ജുമുഅ. ആ സൂറത്തുൽ ജുമുഅയുടെ ഒരു വചനമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓതിയത്. അതിലും അല്ലാഹു തആല പറഞ്ഞ ഏത് തന്നെ മരണമാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. പറയുക നബിയേ, മരണത്തെ എല്ലാവർക്കും പേടിയാണ്. മരിക്കാൻ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മരിക്കാൻ പേടിയില്ലാത്ത ആരുമില്ലെങ്കിൽ പിന്നെ കിംസിന്റെ ആവശ്യമുണ്ടോ? കോസ്മോയുടെ ആവശ്യമുണ്ടോ?
അല്ലെ? മെഡിക്കൽ കോളേജിൽ ഇത്രയും ജനങ്ങൾ തിരക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും ദുനിയാവിൽ ജീവിക്കണം. എല്ലാവരുടെയും ആഗ്രഹം ദുനിയാവിൽ ജീവിക്കണം. അത് എന്റെതും നിങ്ങളതുമൊക്കെ. മരണത്തെ എല്ലാവർക്കും പേടി തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, പറയുക നബിയേ, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ പേടിച്ച് ഓടിപ്പോകുന്ന ഈ മരണമുണ്ടല്ലോ, എനിക്ക് ഇനിയും ജീവിക്കണം, ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകുന്ന മരണം, ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളെ വന്ന് ചേരുക തന്നെ ചെയ്യും. ആ മരണം നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. അതൊരു സംശയം വേണ്ട. എന്നിട്ടോ സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന നാഥനില്ലേ, പടച്ച തമ്പുരാനില്ലേ, അവരെ മുമ്പിൽ നിങ്ങളെ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ കേൾക്കണം ഇതൊക്കെയും. ഇവിടെ നമ്മളെ ഖുതുബ നമ്മൾ പറയാറുണ്ടല്ലോ, വെള്ളിയാഴ്ച ഓരോ ഖുതുബയുടെയും അവസാനം 5-6 വചനങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയുടെ ഖുതുബയിലും പറയുന്നത് മരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. കാരണം എന്താ? ഒരാളിന് ഏറ്റവും നല്ല ഉപദേശകൻ ഏതെന്ന് ചോദിച്ചാൽ മരണമാണ്. എത്ര വലിയ ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടിട്ടും ഹൃദയത്തിൽ പേടിയില്ലാത്തവന്, എത്ര വലിയ പ്രവാചകന്റെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദകോശങ്ങളോടെയുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടും മനസ്സിന് മനസ്സാന്തരമുണ്ടാകാത്തവന്, അവന് മരണത്തെ കുറിച്ച് പേടി വന്നാൽ അവന്റെ മനസ്സ് മാറും. അല്ലേ? ചില ആളുകൾക്ക് വലിയ രോഗങ്ങളൊക്കെ ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, അല്ലെ, മരിക്കുമെന്ന് ഉറപ്പാകുന്ന ഒരു ഘട്ടമാകുമ്പോൾ അല്ലാഹയെ പേടി വരും. അപ്പോ കാണാൻ ചെല്ലുന്നവരൊക്കെ പിന്നെ പറയുന്നത് ആരെ കുറിച്ചായിരിക്കും? അള്ളാഹുവിനെ കുറിച്ചും പിന്നെ ഖബറിനെ കുറിച്ചും പിന്നെ മഹ്ശറയെ കുറിച്ചൊക്കെ. പക്ഷേ വലിയൊരു സങ്കടം, അതിൽ നിന്ന് അല്ലാഹു തആല ഒരുപക്ഷെ മോചനം കൊടുത്താൽ, വീണ്ടും അവന് ദുനിയാവിൽ ആഫിയത്തോടെ ജീവിക്കാൻ അവസരം കൊടുത്താൽ അതൊക്കെ മറന്നുപോകും. അതെല്ലാം മറന്നുപോകും. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ ഒരു സത്യവിശ്വാസി ഈ ദുനിയാവിൽ എത്ര തിരക്കിൽ ജീവിക്കുമ്പോഴായാലും ശരി, അവൻ മരണം മറന്നു പോകരുതേ, മരണമെന്ന പ്രതിഭാസം. അതുകൊണ്ടാണ് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, അവസാന കാലഘട്ടമാകുമ്പോൾ എന്റെ ഉമ്മത്ത് 5 കാര്യങ്ങളെ അവർ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങളെ മറന്നുപോകും. എന്റെ ഉമ്മത്ത് സയതി അലാ ഉമ്മത്തി സമാൻ, എന്റെ സമുദായത്തിനൊരു കാലം വരും കേട്ടോ, യുഹിബ്ബൂനൽ ഖംസ വയൻസൗനൽ ഖംസ്, അവർ 5 കാര്യങ്ങളെ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങളെ മറന്നുപോകും. അതിൽ ഒന്നാമതായിട്ട് 5 നമുക്ക് പറയാൻ നേരമില്ലല്ലോ. അതിൽ ഒന്ന് നബിതങ്ങൾ പറഞ്ഞത് യുഹിബ്ബൂനൽ ഹയാ, ഈ ദുനിയാവിൽ ജീവിക്കാൻ അവർ ഇഷ്ടപ്പെടും. ദുനിയാവിൽ വലിയ ആഡംബരത്തിൽ ജീവിക്കണം, വലിയ പ്രൗഢിയോടെ ജീവിക്കണം, മണിമാളികകൾ വേണം, ഉയർന്ന വാഹനങ്ങൾ വേണം, നല്ല ഭക്ഷണം കഴിക്കണം, സുന്ദരമായി ജീവിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ നെഞ്ചു തെളിച്ചു നടക്കണം. എല്ലാവർക്കുള്ള ആഗ്രഹമാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിങ്ങനെ നമ്മൾ ചിന്തിക്കണം. പടച്ചവനെ, ഹൃദയത്തിൽ നിറയെ വൈരാഗ്യവും, ഹൃദയത്തിൽ നിറയെ വാശയും, ഹൃദയത്തിൽ നിറയെ മറ്റുള്ളവരോടുള്ള അസൂയയോ, മറ്റുള്ളവരോടുള്ള കുശുമ്പുമായി നടക്കുന്ന മനുഷ്യൻ, അവൻ മരണത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു പോയാൽ അതിനേക്കാൾ വലിയ ഉപദേശം വേറെയില്ല. അതുകൊണ്ടല്ലേ അല്ലാഹു തആല ചിലപ്പോൾ നമുക്ക് ചെറിയൊരു അറ്റാക്ക് തരും, ചിലപ്പോൾ നമുക്ക് ചെറിയ സ്ട്രോക്ക് തരും, ചിലപ്പോൾ നമുക്ക് അതുപോലെയുള്ള മരണത്തെ മുഖാമുഖം കാണുന്ന രംഗങ്ങൾ അല്ലാഹു ദുനിയാവിൽ തരും. എന്തിനു വേണ്ടി? നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്. അത് എനിക്കായാലും നിങ്ങൾക്കായാലും അതിനു വേണ്ടിയാണ്. പക്ഷെ ആ രംഗത്തിലെത്തുമ്പോൾ നമുക്ക് മരണത്തെ പേടിക്കും, മരണത്തെ ഓർമ്മ വരും, പിന്നെ നന്നാകണമെന്ന് ആഗ്രഹം വരും. പക്ഷെ അതിൽ നിന്ന് അല്ലാഹു തആല തിരിച്ചൊരു മടക്കം ദുനിയാവിന്റെ ജീവിതത്തിലേക്ക് തന്നാൽ ഒരു സത്യവിശ്വാസി പിന്നെ അവൻ നന്നാകാൻ മടിച്ചു നിൽക്കില്ല. പിന്നും അവന് നന്നാവാൻ അവന് സമയമുണ്ടെന്ന് അവൻ വിചാരിക്കില്ല. ഒരു ഈമാനുള്ളവന് അതൊക്കെ അല്ലാഹു തആല കൊടുക്കുന്ന ചെറിയ അവന് നന്നാവാനുള്ള അവസരങ്ങളാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അൽഹാകുമുത് തകാസുർ, ഈ ദുനിയാവിൽ നിങ്ങൾ മത്സരത്തിലാണ്, എല്ലാവരും മത്സരത്തിലാണ്.
എല്ലാവരും മത്സരത്തിന്റെ തിരക്കിലാണെന്ന്. അവനേക്കാൾ വലിയ വീട് എനിക്ക് വേണം, അവനേക്കാൾ നല്ല ജോലി എനിക്ക് വേണം, അവനേക്കാൾ വലിയ ബാങ്ക് ബാലൻസ് എനിക്ക് വേണം. ഹത്താ സുറുത്തുമുൽ മഖാബിർ, ഖബറുകളിൽ എത്തുന്നത് വരെ, ഖബറുകളിൽ സന്ദർശിക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ മത്സര ബുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. കേരളത്തിൽ വലിയൊരു സമ്പന്നൻ ഒന്നാം നമ്പർ സമ്പന്നനായാൽ അവൻ വിചാരിക്കില്ലല്ലോ കേരളത്തിൽ ഞാൻ ഒന്നാം നമ്പറായി എനിക്ക് മതി എന്നല്ല. അവന്റെ വിചാരം ഇനി എനിക്ക് ഇന്ത്യയിലെ ഒന്നാം നമ്പർ സമ്പന്നനാകണം, ഒന്നാമനാകണം. ഇന്ത്യയിൽ ഒന്നാമത്തെ സമ്പന്നനായാലോ അതുകൊണ്ട് നിർത്തില്ല, ഇനി എനിക്ക് ലോകത്തിലെ ഒന്നാം നമ്പർ സമ്പന്നനാകണം. അതാണ് അൽഹാഖുമുത്തകാസുർ. അൽഹാഖുമുത്തകാസുർ, പരസ്പരമുള്ള മത്സരം നിങ്ങളെ വ്യാപൃതരാക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ മരണത്തെ മറന്നു പോകുന്നത്. മരണത്തെ ഓർമ്മിക്കുന്നവന് ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ അല്ലാഹ് അവസരം കൊടുക്കും. അതുകൊണ്ടാണ് മരിക്കും മരിക്കും എന്ന് പറയണം മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു കാലഘട്ടത്തെ മുഴുവൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെയും ഭരണാധികാരിയായിരുന്ന ഉമർ ഫാറൂഖ്. ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പരിപൂർണമാകണമെങ്കിൽ 1300 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ രാജ്യത്ത് ഭരണം നടത്തിയ ഉമറിന്റെ ഭരണം ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചു പോയെങ്കിൽ അത്രയും വലിയ നീതിമാനായ ഭരണാധികാരി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഭരണത്തിന്റെ തിരക്കിനിടയിലും ജനങ്ങളുടെ പ്രജകളുടെ ക്ഷേമകാര്യങ്ങൾ നോക്കുന്നതിനിടയിലും നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ, വീണ്ടും നേരം പുലരുന്നത് വരെ തന്റെ രാജ്യത്തെ അടിസ്ഥാനങ്ങളുടെ ക്ഷേമാശ്ചര്യത്തിന് വേണ്ടി പരിശ്രമിച്ച ആളാണ് ഉമർ ഫാറൂഖ്. തന്റെ രാജ്യങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ച ആളാണ് ഉമർ ഫാറൂഖ്. പക്ഷേ ആ തിരക്കിനിടയിലും തന്റെ കസേരയുടെ അടുത്തൊരാളിന് സീറ്റ് കൊടുത്തു. ആർക്ക് വേണ്ടി? തനിക്ക് വീശിക്കൊടുക്കാൻ വേണ്ടിയല്ല, തന്റെ കാര്യങ്ങളെ പുകഴ്ത്തി പറയാനല്ല, അദ്ദേഹത്തെ പ്രശംസിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി. ഉമറേ നീ മരിക്കും, ഉമറേ നീ മരിക്കും, ഉമറേ നീ മരിക്കും എന്ന് ഉമർ റളിയല്ലാഹുവിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരാളെ അടുത്ത് നിർത്തിയിരുന്നു. എന്തുകൊണ്ട്? ഒരു വിശ്വാസിക്ക് ഓർമ്മകൾ വേണം. ജീവിതത്തിന്റെ തിരക്കിനിടയിലും ദുനിയാവിനെ വെട്ടിപ്പിടിക്കാൻ, ദുനിയാവിലെ വലിയ ആളാകാൻ, ദുനിയാവിലെ എല്ലാം ആകാൻ വേണ്ടി മത്സരിക്കുമ്പോഴും ഇല്ല ഞാൻ മരിക്കേണ്ടവനാണ്, ഈ ചിന്ത ഒരു വിശ്വാസിക്കുണ്ടാകണം. ഇതൊരു ഈമാനുള്ളവന് ഉണ്ടാകണം. അതുകൊണ്ടല്ലേ ബുദ്ധിയുള്ളവരെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. അല്ലാഹുവിന്റെ ദുനിയാവിൽ ബുദ്ധിയുള്ള ചില അടിമകളുണ്ട് കേട്ടോ, ബുദ്ധിയുള്ള ചില അടിമകളുണ്ട്. അതെന്താണ്? ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ, അവർ ഈ ദുനിയാവിനെ തൊലാഖ് ചൊല്ലി. ഈ ദുനിയാവ് വേണ്ടെന്ന് വെച്ച ബുദ്ധിയുള്ളവർ, ഈ ദുനിയാവ് വേണം, ഈ ദുനിയാവിൽ എന്തൊക്കെയോ ആകണം എന്നുള്ളവരല്ല ബുദ്ധിമാന്മാർ. മറിച്ച് ഈ ദുനിയാവ് വേണ്ട, ഈ ദുനിയാവ് കഴിഞ്ഞിട്ട് എനിക്കൊരു ലോകമുണ്ട്, അത് അനശ്വരമായ ലോകമാണ്, അത് അനന്തമായ ലോകമാണ്, അത് അവസാനിക്കാത്ത ലോകമാണ്. അതിനു വേണ്ടി അവർ ജീവിച്ചവരാണ്. ഈ ദുനിയാവിൽ സ്നേഹിച്ചു പോയാൽ ദുനിയാവിൽ സൗന്ദര്യമുള്ളവനാ, ആ ദുനിയാവിന്റെ സൗന്ദര്യമെന്നെ മയക്കിക്കളയുമെന്ന് പേടിച്ചവരായിരുന്നു അവർ. അവർ ഈ ദുനിയാവിൽ ഒരു സമുദ്രം പോലെ കണ്ടു, ആഴമേറിയ ഒരു കടൽ പോലെ അവർ ഈ ദുനിയാവിനെ കണ്ടു. ആ കടലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കപ്പലായിട്ട് അവർ സൽപ്രവർത്തികളെ കണ്ടു, സുഹൃതങ്ങളെ വാരിപ്പുണർന്നവർ, അവർ സുഹൃതങ്ങളെ ചേർത്ത് വെച്ചവർ. ഇതിനു വേണ്ടി ഈ ദുനിയാവാകുന്ന ആഴിയിലേക്ക് വീണു പോകാതിരിക്കാൻ, ദുനിയാവാകുന്ന കടലിലേക്ക് വീണു പോയാൽ പിന്നെ അതിൽ നിന്ന് അവന് രക്ഷയില്ല. 10 സെന്റ് ഉണ്ടവന് വീണ്ടും 20 കിട്ടണം, 20 കിട്ടിയവന് വീണ്ടും 40 കിട്ടണം. അത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കില്ല, മറ്റുള്ളവരുടെ വിഹിതമാണോ, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണോ എന്നും നോക്കാതെ എല്ലാം ഇവിടെ വാരി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അറിയാതെ അവന്റെ ഇടയിലേക്ക് മരണം വരുമല്ലോ. ഇതാരാണോ മനസ്സിലാക്കിയത് അവരാണ് ബുദ്ധിമാന്മാർ.
ആരാണോ ഇത് ഉൾക്കൊള്ളുന്നത് അവരാണ് ബുദ്ധിമാന്മാർ. ഒരു മുഅ്മിനിന്റെ വിശ്വാസം എന്തേ? ഈ ദുനിയാവ് താൽക്കാലികമാണ്. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കെ അസ്റായീൽ വന്ന് റൂഹ് പിടിച്ചാൽ അതോടെ അവന്റെ ജീവിതം അവസാനിക്കുകയല്ല, മറിച്ച് അവന്റെ ജീവിതം ആരംഭിക്കുകയാണ്. ജീവിതം ആരംഭിക്കുകയാണ്. എവിടെ മുതല്? ഖബർ മുതൽ അങ്ങോട്ട് ജീവിതം ആരംഭിക്കുകയാണ്. ഈ ദുനിയാവിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം നമ്മളൊക്കെ ഖബറിൽ കിടക്കേണ്ടവരില്ലേ? ആലോചിച്ചു നോക്കേ. ദുനിയാവിന്റെ ജീവിതത്തിൽ എത്ര കാലം നമുക്കറിയാൻ കഴിയുമോ? നമ്മളുടെ പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലാറുണ്ട്. ഇന്ന് പലരും ജുമ്മയ്ക്ക് വരുന്നതിന് മുമ്പ് ഖബർസ്ഥാൻ കണ്ടിട്ടുണ്ടാവും. പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിന്റെ അരികിൽ ചെന്ന് ഫാത്തിഹ ഓതിയിട്ടുണ്ടാകും. പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിന്റെ അരികിൽ ചെന്ന് ദുആ ചെയ്തിട്ടുണ്ടാകും, സലാം പറഞ്ഞിട്ടുണ്ടാകും. അവിടെ നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ പള്ളിക്കാട്ടിൽ ഖബർസ്ഥാനിൽ ചെന്നിട്ട് ഒന്ന് നോക്കണം പ്രിയമുള്ളവരെ. എല്ലാ മീസാൻ കല്ലിന്റെ പ്രായവും ഒന്നല്ലല്ലോ, എല്ലാ ഖബറിന്റെ പ്രായവും ഒന്നല്ലല്ലോ. എല്ലാ ഖബറിന്റെ മുകളിൽ നാട്ടപ്പെട്ട മൈലാഞ്ചി ചെടികൾക്കൊരു പ്രായമല്ലല്ലോ. 20 വയസ്സായ എത്രയോ ചെറുപ്പക്കാര് മീസാൻ കല്ലിൽ അവരുടെ പേരും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും എഴുതി വെച്ചിട്ടുണ്ടാവും. അവർ മരിച്ച ദിവസവും എഴുതി വെച്ചിട്ടുണ്ടാവും. തൊട്ടടുത്ത് നോക്കുമ്പോൾ അടുത്ത ഖബറ് 65 പ്രായമായി മരിച്ച ഉമ്മയുടെ ഖബറായിരിക്കും. അതിന്റെ തൊട്ടടുത്ത് ചിലപ്പോൾ 1 വയസ്സ് പ്രായമുള്ളപ്പോൾ മരിച്ച കുഞ്ഞിന്റെ ഖബറായിരിക്കും. അതിന്റെ അടുത്ത് 90 വയസ്സായി മരിച്ച ഉപ്പയുടെ ഖബറായിരിക്കും. ഇത് വലിയൊരു ഉപദേശമാണ് നമുക്ക് തരുന്നത്. ഈ ഖബർസ്ഥാനിൽ 90 വയസ്സായി മരിച്ചവരുടെ ഖബർ മാത്രമല്ല ഇവിടെയുള്ളത്, 65 വയസ്സായി മരിച്ച ഉമ്മയുടെ ഖബർ മാത്രമല്ല ഇവിടെയുള്ളത്. നിന്നെ പോലെ ഓടിച്ചാടി നടന്ന എത്രയോ യുവാക്കളുടെ ഖബറ് പൊന്നുമോനെ ഇവിടെ കിടപ്പുണ്ട്. അവരൊക്കെയും നിന്നെ പോലെ ഇനിയും ഇവിടെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ചവരാണ്. ഇനിയും ദുനിയാവിൽ പലതും ചെയ്തു കൂട്ടാമെന്ന് കൊതിച്ചവരാണ്. പക്ഷേ അവരെ മരണം വിട്ടില്ലല്ലോ. കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി കമ്മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി കമ്മിൻ ഫതയുംസി വയുസ്ബിഹു ആമിനാ വഖദ് നുസ്ജത് അക്ഫാലുഹു വഹുവ ലാ യദ്രി. നമ്മളുടെ വാചകളിലും പ്രഭാഷണവും ദുനിയാവിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ. നമ്മളുടെ ഹൃദയങ്ങളെ ഖബറുമായി ബന്ധിപ്പിക്കണേ. നമ്മളുടെ ഹൃദയങ്ങളെ ഖബറിലേക്ക് നമ്മൾ കൊണ്ടുപോകണേ. നമ്മളുടെ ഉമ്മ കിടക്കുന്ന ഖബറിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുമോനെ. നമ്മളുടെ ഉപ്പ കിടക്കുന്ന ഖബറിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുമോനെ. ആ ഖബറിലേക്ക് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ റബ്ബേ ഞാനും പോകേണ്ടവനാണല്ലോ. ആണ് ചിന്തിക്കേണ്ടത്. കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി. എത്രയോ ആരോഗ്യ ദൃഢഗാത്രയോടെ നടന്നവർ, നല്ല മസിൽ പവറുള്ളവർ, എത്രയോ സിക്സ് പാക്ക് മറ്റുള്ളവരെ കാണിച്ചു നടന്നവർ, പക്ഷേ ഒരു രോഗവുമില്ലാതെ അവൻ മരിച്ചു വീണില്ലേ? ഉറക്കത്തിൽ കിടന്ന് മരിച്ച യുവാക്കളില്ലേ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ കൊണ്ടുചെന്ന ഭക്ഷണം വായിൽ വെക്കുന്നതിന് മുമ്പ് അസ്റായീൽ റൂഹ് പിടിച്ച മനുഷ്യരില്ലേ? ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ ചുണ്ടിലേക്ക് അടുപ്പിക്കുന്നതിന് മുമ്പ് മരണം വന്ന് കൊണ്ടുപോയ മനുഷ്യരില്ലേ? അതേ പ്രിയപ്പെട്ടവരെ കാണാൻ നാട്ടിലേക്ക് എത്താൻ കൊതിച്ചിരുന്നവർ, പക്ഷെ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് അവന്റെ അവസാനത്തെ യാത്ര ആരംഭിച്ചിട്ടില്ലേ? ഇതൊക്കെ ഒരു ഗുണപാഠമാണ് കേട്ടോ. കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി. എനിക്ക് ആരോഗ്യമുണ്ട്, ഇനി എനിക്ക് നന്നാവാൻ എനിക്കും സമയമുണ്ട്, നിസ്കരിക്കാൻ എനിക്ക് ഇനിയും സമയമുണ്ട്, എനിക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് ഇനിയും സമയമുണ്ട് എന്ന് ചിന്തിക്കാൻ മുമ്പിനെ നിനക്ക് സമയമായില്ലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഖുർആൻ ചോദിക്കുകയാണ്, ഏ വിശ്വാസികളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഭയപ്പെടാൻ നിങ്ങൾക്ക് സമയമായില്ലേ? നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ സമയമായില്ലേ? നിങ്ങളുടെ എത്രയോ ആരോഗ്യത്തോടെ നടന്നവർ, നിങ്ങളെക്കാൾ ആരോഗ്യമുണ്ടായിരുന്നവർ, നിങ്ങളെക്കാൾ സൗന്ദര്യമുണ്ടായിരുന്നവർ, നിങ്ങളെക്കാൾ സമ്പത്തും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നവർ, ഒരു രോഗവുമില്ലായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ കേട്ടല്ലോ, ആ പ്രിയപ്പെട്ടവൻ മരിച്ചുവെന്ന്. ആ പ്രിയപ്പെട്ടവൻ മരിച്ചുവെന്ന് ഓരോ നമ്മളുടെ യുവാക്കളുടെയും നമുക്കറിയാവുന്ന പരിചയക്കാരുടെ സുഹൃത്തുക്കളുടെ മരണ വാർത്ത അറിഞ്ഞ്
അവരുടെ ഫോട്ടോ, നമ്മളുടെ മുഖം നമ്മൾ ഫോണിൽ കാണുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം, അല്ലാഹ് അത് അവന് വേണ്ടി മാത്രം എഴുതപ്പെട്ടതല്ല, ഇത് അവന് വേണ്ടി മാത്രം എഴുതപ്പെട്ടതല്ല. ഈ മരണം എനിക്കും വരാമല്ലോ. അടുത്ത നിമിഷം ഈ ഫോട്ടോ മൊബൈലിൽ മറ്റുള്ളവർ കാണുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് എഴുതിയിട്ട് എന്റെ ഫോട്ടോ ആയിരിക്കാം. അതിന് സമയം വേണ്ട, അതിന് രോഗം വേണ്ട, അതിനൊരു അവസ്ഥ വേണ്ട. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് എം.ടി. വാസുദേവൻ എഴുതിയതുപോലെ എപ്പോഴും നമുക്ക് വരാം. എന്നാ രോഗം വന്നിട്ട് മരിക്കണമെന്നുണ്ടോ? അതുമില്ല. രോഗം വന്നിട്ട് മരിക്കണമെന്നില്ല. എത്രയോ രോഗികൾ മാരകമായ രോഗം ബാധിച്ചു, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ തിരിച്ചയച്ചു, ഇനി ചികിത്സയില്ലെന്ന് പറഞ്ഞു, പക്ഷേ മരണം വന്നിട്ടില്ല. ഈ അടുത്തൊരു 80 വയസ്സുള്ള ഒരു ഉപ്പ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ചു, പെട്ടെന്ന് രോഗം വന്ന് ഒരസ്വസ്ഥതയും പ്രകടിപ്പിച്ചു, വല്ലാത്ത ഒരു മരണത്തിന്റെ ബുദ്ധിമുട്ടും അസ്വസ്ഥതയൊക്കെ വന്നു. മക്കൾ വിചാരിച്ചു ഇതെപ്പ കഴിയുമെന്ന്. എല്ലാവരും ചുറ്റും കൂടി വാപ്പാരെടുത്ത് പൊരുത്തം ചോദിച്ചു, കെട്ടിപ്പിടിച്ചു, മുത്തം കൊടുത്തൊക്കെ. അതുവരെ വാപ്പനൊന്നും കണ്ടിട്ടില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ ആ ഒരു സക്രാത്തിന്റെ അവസ്ഥയൊക്കെ അങ്ങ് മാറി. പിന്നെ നോക്കാൻ ആളില്ലെന്ന് അനുഭവങ്ങൾ പറഞ്ഞതാ. പിന്നെ നോക്കാനാലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്, എനിക്ക് കഴിയില്ല, നീ നോക്ക്, അവൻ നോക്ക്, അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ടത്. ഈ 2 ദിവസത്തെ ബഹളം ഇതോടുകൂടി അവസാനിക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഇല്ല. എത്രയോ രോഗികള് അവർ മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും മരിക്കില്ല, മരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാലും മരിക്കില്ല. കാരണം മരണം അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ആരോഗ്യമുണ്ട്, ഞാൻ ചെറുപ്പക്കാരെന്ന് വിചാരിച്ചിട്ട് ഞാൻ മരിക്കുകയില്ലെന്ന് വിചാരിക്കണ്ട. ഞാൻ രോഗിയാണ്, ഞാൻ മരിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. രണ്ടും അല്ലാഹുവിന്റെ തീരുമാനമാണ്. എത്രയോ ആരോഗ്യമുള്ളവർ നല്ല ചീറിപ്പായുന്ന ബൈക്കിൽ കണ്ടിട്ടില്ലേ? ആരെയും വകവെക്കാതെ ജീവിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവൻ വിചാരിക്കും നേരം വെളുത്തിട്ടും രാത്രിയായാലും ഞാൻ മരിക്കില്ല, ഇനിയും എനിക്ക് ആയുസ്സുണ്ടെന്ന്. പക്ഷേ അവൻ അറിയുന്നില്ല, ഏതോ കടയുടെ ഷെൽഫില് അവന് വേണ്ടിയുള്ള കഫം പുടവ കിറ്റിലാക്കി കെട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അവന്റെ 3 കഷണം തുണിയും അവന് വേണ്ടിതാ കട്ട് ചെയ്ത് അവന്റെ കമീസും അളവിന് തൂക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് കൊണ്ടുവരുന്നവൻ അറിയില്ല. അതിനു വേണ്ടി ആ കഫൻ തുണി അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ മാറ്റത്തിന് നേരമായി. എല്ലാവരും മരണത്തെ കുറിച്ച് ഓർമ്മിക്കണം. അതിന് പ്രായവ്യത്യാസമില്ല, അതിന് സമയമില്ല. എല്ലാവർക്കും മരണമെന്നുള്ള ചിന്തയാണ്. അല്ലാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ദുനിയാവിന്റെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ പ്രിയമുള്ളവരെ, ആർക്കാണ് മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ സമയമുള്ളത്? പ്രസംഗം കേൾക്കാനും സമയമില്ല, ഖുതുബ കേൾക്കാനും സമയമില്ല, ഒക്കെ ആയിട്ട് അല്ലേ? അൽഹംദുലില്ലാ. ഇപ്പോഴേ ഞാൻ സെക്രട്ടറിയോടും പ്രസിഡന്റിനടുത്തും പറഞ്ഞിരുന്നു, ഈ പുറത്ത് നിൽക്കുന്നവര് ഇരിക്കുന്ന സഹോദരങ്ങള് വരുമ്പോ നല്ല സൗമ്യമായിട്ട് അവരോട് പറഞ്ഞിട്ട് അകത്ത് കയറ്റിയിരുന്നു. എന്നറിയാവോ, എനിക്കിവിടെ ആള് കുറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല, ഒരുപാട് പേരുടെ ജുമ്മ നഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേരുടെ ജുമ്മ നഷ്ടപ്പെടുന്നുണ്ട്. പാവങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതിന് കയ്യും കണക്കുമില്ല, അല്ലെ? ആദ്യമായിട്ട് പറയുന്നതല്ല. ഞാൻ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയാൻ പാടില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരന്റെ അടുത്ത് ഉസ്താദ് റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. കാരണം ഞാൻ പലപ്പോഴും നമ്മൾ കാണുന്നില്ലേ, ഡോറിന്റെ ജനലിന്റെ ഒക്കെ നേരെ പുറത്തുനിന്ന് സംസാരിക്കുന്നവരെ എനിക്ക് കാണാൻ കഴിയും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് എനിക്ക് കാണാൻ കഴിയില്ലല്ലോ. നമുക്കറിയാം, എല്ലാവർക്കും പറയാം, ഓരോ പ്രാവശ്യവും മോദിൻ സാഹിബ് നമ്മളെ വാളെടുത്തിട്ട് പറഞ്ഞെന്താണ്, മന്തക്കല്ലം അല്ലേ, ആരെങ്കിലും ഹുത്തുബോധം സംസാരിച്ച ജുമ്മയില്ല എന്നാ. അതെ, നമുക്ക് ആർക്കും അറിഞ്ഞിടാത്തൊരു കാര്യമില്ല. പക്ഷെ സാന്ദർഭ്യവശാല് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാവോ, സംസാരിച്ചു പോകും. ഖുത്ബ ബോധിക്കൊണ്ടിരുന്നാലും സംസാരിച്ചു പോകും. ചിലപ്പോ സെക്രട്ടറിയുടെ അടുത്ത് തന്നെ ആരെങ്കിലും പൈസ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ പള്ളിക്ക് പൈസ വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? ഖുത്ബ ബോധനെന്ന് പറഞ്ഞിട്ട് പേരെന്താ ചോദിക്കും, പേരിന്നത്. അത് പള്ളിക്ക് വേണ്ടി പൈസ കൊടുത്തതാണ്, അതുകൊണ്ട് അതിന് മാപ്പുണ്ട്, അദ്ദേഹത്തിന്റെ ജുമ്മ ഇഷ്ടപ്പെടൂലെന്ന് പറയാൻ പറ്റുമോ? എന്നാലും നഷ്ടപ്പെടും. ഏതുവരെ സംസാരിക്കുന്ന ഒരാളോട് ഉസ്കുത്ത്, നീ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ അവന്റെ ജുമ്മയും പോകുന്നല്ലേ. അപ്പൊ പിന്നെ അതിന് വേറെ പേര്
ഇളവും അവിടെ വേറെ ഇല്ല. അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളുടെ തിരക്കിനിടയിൽ നമ്മളുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ഖുതുബയുടെ സമയത്ത് പള്ളിക്കകത്ത് തന്നെ എല്ലാവരും ഉണ്ടാകണം. ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കൽ നിർബന്ധമാണ്. എങ്കിലേക്ക് അവർ ജുമ്മ കിട്ടുകയുള്ളൂ. എല്ലാം അതോടുകൂടി ഖുതുബ തുടങ്ങുന്നതോടുകൂടി പിന്നെ പള്ളിയുടെ കാര്യമായാലും പിരിവിന്റെ കാര്യമായാലും ഒക്കെ അതോടുകൂടി അവസാനിക്കണം. പരമാവധി ആളുകൾ പള്ളിയുടെ ഉള്ളിൽ തന്നെ കയറി ഇരിക്കാൻ നോക്കണം. എന്നാലും അരമണിക്കൂർ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നതല്ലേ, അത് പ്രതിഫലം കിട്ടുന്നാവട്ടെ. കുറച്ചൊക്കെ പുറത്ത് കേൾക്കാൻ പറ്റും, ശ്രദ്ധിച്ചിരുന്നാല് കേൾക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രസിഡന്റ് സെക്രട്ടറി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവര് വരുമ്പോഴേക്ക് അകത്ത് കയറ്റിയിരിക്കും അല്ലേ. അവരവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അവരവരുടെ വിജയത്തിന് വേണ്ടിയാണ്. വ്യക്തമായി പറഞ്ഞു കൊടുക്കലാണ് നമ്മളുടെ ബാധ്യത. ആര് കേട്ടു കേട്ടില്ല എന്നുള്ളത് പ്രശ്നമില്ലല്ലോ. അള്ളാഹു എല്ലാവർക്കും കേൾക്കാനും നന്മ മനസ്സിലാക്കാനും സ്വീകരിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. മരണമെന്ന് പറയുന്ന പ്രതിഭാസം മുന്നിലെത്തുന്നതിന് മുമ്പ് തൗബയോടുകൂടി മരണത്തെ നേരിടാൻ പടച്ചവൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.